എല്ലാ നിശബ്ദതയ്ക്കും ഒരു അതിരുണ്ടെന്നും ഈ നിശബ്ദത ഭേദിച്ച് പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. കഴിഞ്ഞ 10-18 വർഷക്കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു പ്രവർത്തകയായിരുന്നു ഞാൻ, ഒരു നേതാവായിരുന്നു, ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ഞാൻ. SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് രാവിലെ ആ ബന്ധങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സാധാരണ പ്രവർത്തകയായി കടന്നു വരുവാൻ ഞാൻ തീരുമാനിച്ച വിവരം ഇതിനോടകം തന്നെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. കഴിഞ്ഞ 15 വർഷക്കാലം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായി പ്രസ്ഥാനത്തിൽ ജീവിക്കുക തന്നെയായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളത്. വളരെയേറെ കഴിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ യാദർശികമായിട്ടല്ല ഞാൻ SFIയിലേക്ക് വരുന്നത്. ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരു പിതാവിന്റെ അല്ലെങ്കിൽ ഒരു തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ നേതാവായി പ്രവർത്തിച്ചിരുന്ന ഒരു പിതാവിന്റെ പുത്രി എന്ന നിലയിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ SFIയോടും ഇടതുപക്ഷത്തോടും വളരെ വൈകാരികമായിട്ടുള്ള അടുപ്പവും വൈകാരികമായിട്ടുള്ള സ്നേഹവുമെല്ലാം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. DYFIയിലും SFIയിലും എല്ലാം കൊടിപിടിക്കുവാനും വെയിലുകൊള്ളുവാനും നടക്കുന്ന, മരിക്കുവാൻ വേണ്ടി പലരും തയ്യാറായി നടക്കുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. സ്ത്രീകളെ യാതൊരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് CPIM. പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് ചില കെട്ടിലമ്മമാരെ ഇറക്കിക്കൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും അവർക്ക് വീതിച്ചു കൊടുക്കുകയും ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന സ്ത്രീകളെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും ആവശ്യം കഴിയുമ്പോൾ കറിവേപ്പിലയുമാക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത് തീർച്ചയായും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം പെൺകുട്ടികളെ അംഗീകരിക്കുന്നതിന്റെ തെളിവാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മറ്റ് ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും കാണാത്തത്ര രീതിയിൽ ഈ പെൺകുട്ടികളെ ഉൾക്കൊള്ളുവാൻ, അവരുടെ കഴിവിനനുസരിച്ച് നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറാകുന്ന കേരളത്തിലെ ഒരേ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ആണ്. CPM പോലൊരു പ്രസ്ഥാനത്തിനകത്ത് എന്തിനും തയ്യാറായി, ഒരുപക്ഷെ നിരോധനാജ്ഞ പോലും ലംഘിച്ചുകൊണ്ട് മരിക്കുവാൻ വേണ്ടി പോലും തയ്യാറായി ഒരവസരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് നിങ്ങൾക്കറിയാം, ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം തരണം ചെയ്യുവാൻ എനിക്ക് കരുത്ത് നൽകിയിട്ടുള്ളത് ഈ പ്രസ്ഥാനമാണ്. എന്റെ മാതാപിതാക്കളെ പോലും ഒരു വേളയിൽ നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടായപ്പോൾ എനിക്ക് കരുത്ത് നൽകിയത് ഈ പ്രസ്ഥാനം. എനിക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുവാനായിട്ട് എനിക്ക് വീടില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു കാര്യമുണ്ടായിട്ടുള്ളത്. വ്യക്തിജീവിതത്തിൽ പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം തരണം ചെയ്യുവാൻ ഈ പ്രസ്ഥാനം എനിക്ക് കരുത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ അങ്ങനെ തികച്ചും വിഷമത അനുഭവിക്കുന്ന എന്റെ പോലൊരു സ്ത്രീയെ സംരക്ഷിക്കുവാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും അതിന്റെ നേതൃത്വത്തിനും കഴിഞ്ഞില്ല എന്നുള്ളത് എന്നെ ഏറെ ദുഃഖിപ്പിക്കുകയാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിലുണ്ടായി, ഒരു അപകടത്തിലുണ്ടായി ആരാണ് എന്നെ നോക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം എനിക്ക് 2005 കൗൺസിലിംഗ് കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ലഭിച്ചു. ഗ്രനേഡ് ആക്രമണത്തിൽ പരിക്ക് പറ്റി തിരുവനന്തപുരത്ത് കിടക്കുമ്പോൾ എന്റെ ഇടതുകാരനാണ് പരിക്ക് ഗുരുതരമായിരിക്കുന്നത്.
അങ്ങനെ ക്ലാസ്സെല്ലാം ഇട്ട് കിടക്കുമ്പോഴാണ് സഖാവ് പിണറായി വിജയൻ അവിടെ എന്നെ കാണാൻ വന്നത്. അപ്പോഴാണ് വലതുകാലം കൂടി എനിക്ക് മുറിവുണ്ട് എന്ന് സഖാവ് പിണറായി കണ്ടെത്തുകയും അപ്പൊ തന്നെ അവിടെ നിന്നും ഡോക്ടർമാരെ വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള ശുശ്രൂഷ നൽകുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിതൃതുല്യമായിട്ടുള്ള ഒരു സ്ഥാനത്താണ് ഞാൻ സഖാവ് പിണറായിയും എല്ലാം സഖാവ് ദേവിയും എല്ലാം കാണുന്നത്. ഈ പാർട്ടിക്കകത്ത് ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ കഴിയാത്ത ശ്രീ വി എസ് അച്യുതാനന്ദൻ എങ്ങനെയാണ് കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി? എനിക്ക് എത്ര ആലോചിച്ചിട്ടും അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല. ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും കാവലാളായിക്കൊണ്ട് ഈ ശുക്രരാജ്യത്തിന് അണിനിരക്കുവാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം തയ്യാറാകുന്നുവെന്നുള്ളത് തന്നെയാണ്. അത് കണ്ട് അസൂയപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അപവാദ പ്രചരണങ്ങൾ ആരെങ്കിലും അഴിച്ചുവിടുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റം കാണുവാൻ തയ്യാറാകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പല കേസുകളിലും പെട്ടിട്ട് ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. അന്ന് എന്നെ കെട്ടിപ്പിടിക്കുവാനും ചുംബിക്കുവാനും പത്രതാളുകളിൽ വാർത്താ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കുവാനും ഒക്കെ കയറിപ്പറ്റിയ ഒരു മന്ത്രിയുണ്ട്, PK ശ്രീമതി ടീച്ചർ. ആ ടീച്ചർ മന്ത്രി ആയതിനു ശേഷം ഒരു ഗ്ലാസ് ചായ അവരുടെ വീട്ടിൽ നിന്ന് തരുവാൻ വേണ്ടി എനിക്ക് തയ്യാറായിട്ടില്ല. പ്രശ്നങ്ങൾ പേഴ്സണലായിട്ട് ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ അതിൽ സാന്ത്വനിപ്പിക്കുവാൻ വേണ്ടി ഒരു CPM-ന്റെ വനിതാ നേതാവും ഇതുവരെ തയ്യാറായിട്ടില്ല. ഒട്ടനവധി പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ ഒരു വനിതാ നേതാവിനെയും ഇവിടെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കോൺഗ്രസിനകത്ത് ഒരുപാട് വനിതാ നേതാക്കൾ എന്നെ വിളിക്കാൻ വേണ്ടി തയ്യാറായി. ഒരുപാട് നേതാക്കൾ ഞാനിവരൊക്കെയായിട്ട് നേരത്തെ തന്നെ ബന്ധമുള്ളതാണ്, എനിക്ക് കൂട്ടുകാരാണ്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ശ്രീമതി പത്മജ വേണുഗോപാല്, ഷാഹിദ കമാൽ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ. വ്യക്തികൾ എന്റെ ജീവിതത്തിൽ മുതിർന്ന പ്രസ്ഥാനങ്ങളിലെ ആളുകളായാലും ഒട്ടേറെ പേർ പലപ്പോഴും സംഘടനാ ഘട്ടത്തിൽ എന്നെ സഹായിക്കുകയും വേണ്ട ഉപദേശങ്ങൾ തരികയും എല്ലാം ചെയ്തിട്ടുണ്ട്. സഖാവ് PK ശ്രീമതിയും സഖാവ് MA ബേബിയും സഖാവ് പിണറായി വിജയനും സഖാവ് EP ജയരാജനെയും എല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർത്തുപോവുകയാണ്. സ്ത്രീകൾക്ക് രക്ഷ വേണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഞാൻ സംസാരിച്ചു, ഇന്ന് ഫോണിൽ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എന്നെ ഒരു മകളെ പോലെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. രണ്ട് പെൺകുട്ടികൾ ഉള്ള ഒരു പിതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. അതുകൊണ്ട് തന്നെ എന്നെ ഒരു മകളായി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനായി ബിഷപ്പുമാരുടെ മോതിരം മാറി മാറി മുത്താൻ സിന്ധുവിനോട് പാർട്ടി നിർദ്ദേശിച്ചപ്പോഴേ പൊളിറ്റിക്സ് ഇത് പ്രതീക്ഷിച്ചതാണ്. ഇതൊന്നുമല്ല പൊളിറ്റിക്സിന്റെ ഇപ്പോഴത്തെ പേടി. മന്ത്രി കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ ബിഷപ്പുമാരെ കാണുന്നത് ശീലമാക്കിയിരിക്കുന്നു. അടുത്ത തവണ റിജിൽ മാക്കുറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് കോടിയേരി ആയിരിക്കുമോ ആവോ?